നമുക്കിപ്പം ഇന്ദ്രൻ ചേട്ടനോട് ചോദിക്കാം. അദ്ദേഹം ഏറെ നേരമായല്ലോ ഇവിടെ വന്നിട്ട്, ഏറെ നേരമായി. എങ്ങനെ കാണുന്നു ഈ ഒരു സമയത്ത്? വളരെ അഭിമാനത്തോടെ തന്നെയാണ് നമുക്ക് രാജ്യത്തിന് കിട്ടുന്ന, അല്ലെങ്കിൽ അതിനെ സ്വാംശീകരിച്ച് മലയാളത്തിലേക്ക് കൊണ്ടുവന്ന ലാലേട്ടന് ഒരുപാട് നന്ദി. തിരക്ക് കാരണം ഇരിക്കാൻ സീറ്റില്ലാതായി പോയി. മാറി മാറി ഇരിക്കുന്നുണ്ടാ. സന്തോഷം. ചേച്ചി എങ്ങനെ കാണുന്നു ഈ ഒരു സമയം? അയ്യോ, സന്തോഷം, അഭിമാനം, അതിനപ്പുറം വാക്കുകളില്ല. അഭിമാനം. നിർമ്മാതാവ് സുരേഷേട്ടാ, എങ്ങനെ കാണുന്നു ഈ ഒരു സമയത്ത്? സൗഹൃദമാണ്, അതിനൊന്നും ഞാൻ പറയേണ്ട കാര്യമില്ല. ഈ ഒരു സമയത്ത് എങ്ങനെ കാണുന്നു? ഒരു അമൂല്യമായ നിമിഷമായി മലയാള സിനിമ അതിനെ വിലയിരുത്തുന്നു. അല്ല, അതൊരു വളരെ അമൂല്യമായ നിമിഷമല്ലേ. എന്ന് വെച്ചാൽ വലിയൊരു അവാർഡല്ലേ ലാലിന് കിട്ടിയിരിക്കുന്നത്. ഇന്ത്യൻ സിനിമയുടെ ഏറ്റവും വലിയ പരമോന്നത ബഹുമതിയാണ് ദാദാ സാഹിബ് ഫാൽക്കെ. അത് ഈ ഏറ്റവും ചെറുപ്പം ആയിട്ടുള്ള ഒരാളാണ് അത് വാങ്ങിച്ചത് ലാലാണ്. അതിന് മുമ്പ് പലരും വാങ്ങിച്ചിട്ടുണ്ട്. അവരൊക്കെ ഇതിനെക്കാട്ടിലും പ്രായ കൂടുതലുള്ള ആൾക്കാരായിരുന്നു വാങ്ങിച്ചത്. പക്ഷെ അത് ഈ പ്രായത്തിൽ കിട്ടുക എന്ന് പറയുന്നത് വലിയൊരു നേട്ടമാണ്. അതൊക്കെ നമ്മൾ ഏറ്റവും അധികം സന്തോഷിക്കുന്ന കൂട്ടത്തിലുള്ള ആൾക്കാരാണ് ഞങ്ങളൊക്കെ. അത് കാണാനാണ്, ഇതിൻ്റെ ലാലി കിട്ടുന്ന സ്വീകരണം കാണാനാണ് ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത്. മണിയമ്പിള്ള രാജുണ്ട്. മണിയമ്പിള്ള രാജുവിനെ കാണിക്കാതെ എന്തായാലും പോകാനാവില്ല. രാജുവേട്ടാ, ഈ രാംഗോപാൽ വർമ്മ പറഞ്ഞതുപോലെ ദാദാ സാഹിബിന് മോഹൻലാൽ അവാർഡാണ് കൊടുക്കേണ്ടിയിരുന്നത് എന്ന് പറഞ്ഞതുപോലെ എങ്ങനെ കാണുന്നു? പുള്ളി തന്നെ അത് റിയാക്ട് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം രാംഗോപാൽ വർമ്മ ബ്ലാക്ക് ഹ്യൂമറിന്റെ ആളാണെന്ന്. അല്ല, എന്തായാലും മോഹൻലാൽ ഇത് അറിയിക്കുന്നതാണ്. ഇത്രയും താമസിച്ചു പോയെന്നേ ഉള്ളൂ. എന്തായാലും അദ്ദേഹത്തിന് കിട്ടിയില്ല. മലയാളികൾ എല്ലാവരും ഒന്നുമല്ല, എതിരില്ലാതെ ആഗ്രഹിക്കുന്നതാണ്. അവർക്ക് അഭിമാനമുണ്ട്. അതിനെല്ലാം അർഹമായ ആദരം അനന്തപുരി നൽകുന്നു. 100% അർഹമായ ആദരവാണ്. ഇതിനപ്പുറം ഒരു പരമോന്നത ബഹുമതി കിട്ടാനില്ല മോഹൻലാൽ. താങ്ക് യു സോ മച്ച്. അത്തരത്തിൽ മണിയമ്പിള്ള രാജുവാണ് പറഞ്ഞത്. നേരത്തെ അദ്ദേഹം പറഞ്ഞു രാംഗോപാൽ വർമ്മ ബ്ലാക്ക് ഹ്യൂമറിന്റെ ആളാണ്. ആ കാര്യങ്ങളൊക്കെ വിശദീകരിച്ചാണ് അദ്ദേഹം പറയുന്നത്. എന്താണെങ്കിലും വലിയ വേദിയാണ് പ്രചരണം. ഉടനെ മോഹൻലാൽ ഇവിടേക്ക് എത്തും, മലയാളിയുടെ പ്രിയപ്പെട്ട ലാലേട്ടൻ ഇവിടേക്ക് എത്തും എന്നുള്ളത് കണക്കാക്കാൻ ചടങ്ങ് ആരംഭിച്ചിട്ടുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.